ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത മത്സരത്തിൽ ബ്രസീലിന്റെ എതിരാളികൾ നോർവേയാണ്. ജൂലൈ 6-ാം തീയതി അർദ്ധരാത്രിയാണ് ഈ മത്സരം നടക്കുക. കഴിഞ്ഞ മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്കാണ് നോർവേ പരാജയപ്പെടുത്തിയത്. ആ മത്സരത്തിൽ ഐവറി കോസ്റ്റാണ് നല്ല രൂപത്തിൽ കളിച്ചിട്ടുള്ളത്. പക്ഷേ കിട്ടിയ അവസരങ്ങൾ മുതലെടുത്ത് ഗോളാക്കി മാറ്റുകയും അങ്ങനെ നോർവേ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും മുൻപ് ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ഓസ്കാർ. അദ്ദേഹം ഈ മത്സരത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഐവറി കോസ്റ്റിനേക്കാൾ നല്ലത് അത് നോർവേ തന്നെയാണ്. ഐവറി കോസ്റ്റ് ആയിരുന്നുവെങ്കിൽ നോർവേയേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് ബ്രസീൽ അനുഭവിക്കേണ്ടി വരുമായിരുന്നു എന്നാണ് ഓസ്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല അന്റോണിയോ നുസയെ നേരിട്ടുകൊണ്ട് ഡാനിലോ വലയും എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് നുസയെ തടയണമെങ്കിൽ ഡാനിലോ നന്നായി കഷ്ടപ്പെടേണ്ടി വരും എന്നാണ് ഓസ്കാറിന്റെ ഒരു അഭിപ്രായം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഏർലിംഗ് ഹാലൻഡിനെ മാറ്റി നിർത്തിയാൽ അന്റോണിയോ നുസയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം. അദ്ദേഹത്തെ തടയേണ്ടതുണ്ട്. ഡാനിലോ നന്നായി പണിയെടുക്കേണ്ടി വരും. പക്ഷേ നോർവേയേക്കാൾ മികച്ച ടീം ബ്രസീലാണ്. അക്കാര്യത്തിൽ എനിക്ക് സംശയങ്ങളൊന്നുമില്ല. ഐവറി കോസ്റ്റ് ആയിരുന്നുവെങ്കിൽ നോർവേയേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമായിരുന്നു. ഇതാണ് ഓസ്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നോർവേയേക്കാൾ മികച്ച ടീം ബ്രസീലാണ്. ഈ മത്സരത്തിൽ വിജയിക്കാൻ ബ്രസീലിന് സാധിക്കുമെന്ന് ഇപ്പോൾ ഓസ്കാർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഐവറി കോസ്റ്റിന് തിരിച്ചടിയായത് ഫിനിഷിങ്ങിലെ പോരായ്മകളാണ്. കൗണ്ടർ അറ്റാക്കുകളിലൂടെയാണ് നോർവേ മുന്നേറ്റങ്ങൾ നടത്തിയത്. അതിൻ്റെ ഫലമായിക്കൊണ്ട് തന്നെയാണ് അവർക്ക് ഗോളുകൾ നേടാൻ സാധിച്ചിട്ടുള്ളതും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.